ഞാൻ റുഫൈദ, എൻ്റെ വീട് മഞ്ചേരിയാണ്. ഞാൻ ഒരു ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻ്റാണ്. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ബോധം കെട്ടിട്ട് DKയിലായിട്ട് കിംസ് അൽഷിഫയിൽ വെൻറ്റിലേറ്ററിൽ 2-3 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു. ക്രിട്ടിക്കൽ ICU ആണ്. വിഷ്ണു രാധാകൃഷ്ണൻ ഡോക്ടറാണ് എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിക് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഗുളിക അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ, ഹോമിയോപ്പതി എന്ന് പല ആളുകളും നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടൈപ്പ് 1 ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ മാത്രമാണ്, നമുക്ക് ഇൻസുലിൻ ലൈഫ് ലോങ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇൻസുലിൻ എടുക്കുക കൃത്യത്തിൽ. ഇവിടെ ഡോക്ടറും ഇവിടുത്തെ ICUലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ നല്ല ബെറ്ററായിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇൻസുലിൻ എടുക്കുക കൃത്യമായിട്ട്. നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതായത് പ്രമേഹ ചികിത്സയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി ഇൻസുലിൻ കൊടുത്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇൻസുലിൻ കണ്ടുപിടിച്ചതിൻ്റെ വാർഷികമായിട്ടാണ് ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത്. അപ്പം ഇൻസുലിൻ ടൈപ്പ് 1 ഡയബറ്റീസിലും അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ചികിത്സയിലും വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ള ചികിത്സാ രീതി. അപ്പോൾ ഇൻസുലിൻ ഒരു ദിവസം തന്നെ പല നേരങ്ങളിലായിട്ടുള്ള ഇൻസുലിൻ ഇഞ്ചക്ഷനുകളായോ അല്ലെങ്കിൽ ഇൻസുലിൻ പമ്പായിട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം റുഫൈദയുടെ കേസിൽ ടൈപ്പ് 1 ഡയബറ്റീസിനുള്ള ഏക ചികിത്സ എന്ന് പറയുന്നത് ഇൻസുലിനാണ്. എങ്കിൽ പോലും ഈ കുട്ടി ഇൻസുലിൻ നിർത്തുകയുണ്ടായി അതിൻ്റെ ഇടയിലായിട്ട്, ചികിത്സയുടെ ഇടയിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ് പോലുള്ള ഒരു കണ്ടീഷൻസായിട്ട് അബോധാവസ്ഥയിൽ അഡ്മിഷൻ ആക്കേണ്ടി വന്നത്. ഇത്തരൊരവസ്ഥ മറ്റൊരു രോഗിക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പം നിങ്ങൾ ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസിനോടാണ് ഈ ഒരു പ്രമേഹ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇൻസുലിൻ നമുക്ക് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ എടുത്തുകൊണ്ട് തന്നെയാണ് ചികിത്സ മുന്നോട്ട് പോകേണ്ടത്. മറ്റുള്ള പ്രചരണങ്ങളൊക്കെ അസത്യമാണ്. അപ്പോൾ ഇൻസുലിൻ കൃത്യമായിട്ടെടുത്ത് കൃത്യമായ ഇടവേളകളിൽ അതോടൊപ്പം തന്നെ ഡയറ്റും വ്യായാമവും ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിതം തന്നെ എത്ര രോഗികൾക്ക് നയിക്കാവുന്നതാണ്. അവർക്ക് തന്നെ ജീവിതത്തിൽ പെർഫോം ചെയ്യാനും അവരവരുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഒക്കെ പൂർണ്ണമായിട്ടും കൈവരിക്കാനും സാധിക്കുന്നതാണ്. താങ്ക് യു.